വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 27-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. സൈന്യവിഭാഗത്തെ മുഴുവൻ അവനെതിരെ അണിനിരത്തി. അവർ അവന്റെ വസ്ത്രമുരിഞ്ഞുമാറ്റി ഒരു ചെമന്ന പുറങ്കുപ്പായം അണിയിച്ചു. ഒരു മുൾക്കിരീടം മെടഞ്ഞ് അവന്റെ ശിരസിൽ വെച്ചു. വലത്തുകൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. അവന്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് യഹൂദരുടെ രാജാവേ സ്വസ്തി എന്നു പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. അവർ അവന്റെ മേൽ തുപ്പുകയും ഞാങ്ങണയെടുത്ത് അവന്റെ ശിരസിലടിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ചതിനു ശേഷം പുറങ്കുപ്പായം അഴിച്ചുമാറ്റി അവന്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. ഓർമ്മിക്കുക, പവിഴമുത്തുകൾ മനുഷ്യമക്കൾക്ക് ആഭരണമായി മാറണമെങ്കിൽ ഇരുമ്പ് മുനയുള്ള ഉപകരണം കൊണ്ട് അത് തുളയ്ക്കപ്പെടണം. മനുഷ്യകുലത്തിന് നിത്യരക്ഷയായി മാറാൻ മിശിഹായും ആണികളാൽ തുളയ്ക്കപ്പെടുകയും കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തു. തന്റെ സഹനത്തിന്റെ ആധിക്യത്താൽ മനുഷ്യകുലത്തെ അണിയിക്കുന്ന വിശിഷ്ട ആഭരണമായി മാറി. കുരിശാണ് മനുഷ്യവംശത്തിന്റെ അഭിമാനത്തിന്റെ ആഭരണം. അപമാനത്തിൽ നിന്നും അഭിമാനത്തിലേക്ക് നമ്മെ നയിക്കാൻ അവിടുത്തെ സഹനമാണ് കാരണമായത്. വെട്ടിയെടുക്കുന്ന കല്ലുകൾ കെട്ടിപ്പൊക്കി മനുഷ്യർ നിർമ്മിക്കുന്ന കൂടാരങ്ങളും മതിലുകളും ആപത്തിലും യുദ്ധത്തിലും അഭയസങ്കേതങ്ങളാകുന്നതുപോലെ സഹനദാസനായ മിശിഹായാകുന്ന മൂലക്കല്ലിൽ തീർത്ത സഭയാണ് മനുഷ്യകുലത്തിന് മുഴുവൻ രക്ഷാശിലയും അഭയസ്ഥാനവും. ഈശോയുടെ സഹനങ്ങൾ സൃഷ്ടപ്രപഞ്ചത്തിൽ അനേകം പ്രതീകങ്ങളായി പ്രതിഫലിക്കുമ്പോൾ മിശിഹായുടെ വഴി പിന്തുടരുന്ന മക്കളുടെ ഓഹരി സഹനമല്ലാതെ മറ്റൊന്നല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഈ നോമ്പുകാലം എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.